സർ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചയായി നിൽക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്നൊക്കെ BJP ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനകത്തുള്ള പലരും പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളത്. ജനങ്ങളും പറയുന്നുണ്ട്, കോൺഗ്രസിനകത്തുള്ള പലരും പറയുന്നുണ്ട്. ഇപ്പോൾ സന്ദീപ് വാര്യർ രംഗത്തെത്തി പറയുകയാണ്, ഈ ഓഡിയോ ക്ലിപ്പെല്ലാം BJP കൊണ്ടുവന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ്. BJPയുടെ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. അങ്ങനെയാണ് എങ്കിൽ ഇതിനെതിരെ നടപടി സ്വീകരിക്കണം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഈ സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്നതും ഈ ഓഡിയോ ക്ലിപ്പ് കൊണ്ടുവന്നതും എല്ലാം BJP ആണ്. അതായത് ഇനിയും പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കണം, അവിടെ BJP സ്ഥാനാർത്ഥി നിർത്തി ജയിക്കണം, അതിനുവേണ്ടി BJP തയ്യാറാക്കിയ ഒരു നാടകമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൽ എന്തെങ്കിലും വാസ്തവവും? അല്ല, ഇവർക്ക് രണ്ടുപേർക്കും ഇതിന് ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിൽ എത്രയോ സ്ത്രീകളോട് കൂടി വേണമെങ്കിലും അദ്ദേഹത്തിന് ചാറ്റ് ചെയ്യാനോ അവരൊക്കെ ചീറ്റ് ചെയ്യാനൊക്കെ ഉള്ള അധികാരം പുള്ളിക്കുണ്ട്. കാരണം പുള്ളി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേര് കോൺഗ്രസ് എന്നാണ്. ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത് ഇതൊന്നൊരു പുതുമയുള്ളതല്ല. കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് പലരും പുതുതായിട്ട് ചേർന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇതൊക്കെ തന്നെയാണ്. കാരണം അവിടെ എല്ലാ തരത്തിലും സ്വാതന്ത്ര്യമുണ്ട്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ബാക്കി ഏതെങ്കിലും പ്രസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ അന്നയാൾ പാർട്ടി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം. ഇപ്പം എൻ്റെ അതുകൊണ്ട് വ്യക്തിപരമായുള്ള അഭിപ്രായം, രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം സമീപമായുള്ള ഭാവിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആവും, അല്ലെങ്കിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് ആവും. കാരണം ഇത് കോൺഗ്രസിനകത്ത് തെറ്റല്ല ഇത്. അപ്പോൾ ഈ കോൺഗ്രസിനകത്ത് തെറ്റല്ലാത്തത് കൊണ്ട് കോൺഗ്രസിനകത്ത് ഇത് ചെയ്തില്ലെങ്കിലാണ് തെറ്റ്. അപ്പോൾ വേണ്ടത്ര കോൺഗ്രസിൻ്റെ നേതൃത്വം വിചാരിച്ച പോലെയുള്ള അത്രയും ചില വിക്രസുകൾ കാണിക്കാൻ ഇദ്ദേഹത്തിന് സാധ്യമായിട്ടുണ്ടാവില്ല. അങ്ങനെ സാധ്യമല്ലാതെ വന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ രാജി തൽക്കാലത്തേക്ക് സ്വീകരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 1985 NSUവിൻ്റെ ഓൾ ഇന്ത്യ സമ്മേളനം നടന്നത് നാഗപ്പൂരാണ്. അന്ന് അതിൻ്റെ മലയാളിയായിട്ടുള്ള ഒരാളാണ് അതിൻ്റെ ഓൾ ഇന്ത്യ അധ്യക്ഷൻ. ഞാൻ പേരൊന്നും പറയുന്നില്ല. ആ സമയത്ത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ NSUക്കാരൊക്കെ ഇറങ്ങി പോണ പോക്കിലുള്ള സകല വീടുകളും കയറിയിട്ട് ബലാത്സംഗം ചെയ്തു സ്ത്രീകളെ. ഏകദേശം 80-90 കേസുകൾ അതിനകത്തുണ്ടായിരുന്നത്. എന്താ കോൺഗ്രസ്സുകാർ എന്താ ഇവരൊക്കെ പുറത്താക്കിയോ? ആ പറയുന്ന അന്നത്തെ NSUവിൻ്റെ പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ. അദ്ദേഹം പാർട്ടി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടില്ലല്ലോ. അദ്ദേഹം പിൽക്കാലത്ത് നിരവധി ചുമതലകൾ വഹിച്ചല്ലോ. ഇതൊന്നും ചെയ്യാനായിട്ട് യാതൊരു മടിയില്ല കോൺഗ്രസ്സിൽ. കാരണം കോൺഗ്രസ്സിനകത്ത് ഇതും തെറ്റല്ല. ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കും, 2002, 2003 കേരളത്തിൽ കുമരകത്ത് ഒരു വലിയൊരു കോൺഗ്രസിൻ്റെ നേതാവ് ഒരു കൊളംബിയക്കാരിയായിട്ട് വന്നു. എന്നിട്ട് ഇവിടെ വന്നൊരു കുറേ ദിവസം വന്നിട്ട് താമസിച്ച് വേറെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുള്ളി വേറെ ആളായിട്ട് വന്ന്. അത് അഫ്ഗാനിസ്ഥാൻകാരിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി പട്ടായയിലേക്ക് കണ്ടൊക്കെ പോയി. ഈ പോകുന്ന സമയത്ത് പുള്ളി പാർലമെന്റ് സമ്മേളനത്തിന് ഇടയ്ക്ക് പുള്ളി ഇവിടേക്ക് മൊണാലി എന്താ സ്ഥലത്തിൻ്റെ പേര്, അവിടെ മറ്റേ ഹിമാചൽ പ്രദേശിലെ അവിടേക്ക് പോയി. അവിടേക്ക് പോയ സമയത്ത് പുള്ളിയുടെ കൂട്ടുകാരി ആരായിരുന്നുള്ളൊരു വ്യക്തമാക്കേണ്ടതാണ്. അങ്ങനെ നിരവധി കൂട്ടുകാരെ ഒന്നിച്ച് ഈ തരത്തിൽ യാത്ര ചെയ്യുന്ന കോൺഗ്രസിൽ തെറ്റേയല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോൾ തൃശ്ശൂരിൽ ഇതിൻ്റെ പിൽക്കാലത്ത് MLA ഒക്കെ ആയിട്ട് ഇപ്പം 3ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള ചില ആളുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അവരൊക്കെ ഒരു അവസ്ഥയുണ്ട്. അവിടെ തൃശ്ശൂർ രാമനിലയത്തിൽ നിന്ന് അന്ന് K. കരുണാകരൻ കേരളത്തിന് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കേരളത്തിന് മുഖ്യമന്ത്രിയായ സമയത്ത് ഏതോ ഒരാളവിടെ ധരിച്ചു എന്ന് പറയുന്നത് മറ്റൊരു കോൺഗ്രസ് നേതാവിനെയാണ് കേട്ടോ, മറ്റു ഗ്രൂപ്പിൽപ്പെട്ട ആള്. ആ ഗ്രൂപ്പിൽപ്പെട്ട ആള് അവിടെ വന്ന് അവിഹിതമായിട്ടുള്ള ബന്ധം ഒരു സിനിമാ താരവുമായിട്ട് ഉണ്ടെന്ന് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു വിവരം കിട്ടി മുഖ്യമന്ത്രിക്ക്. ടിയാൻ ഉടനെ അവിടെ വന്നിട്ട് സെർച്ച് നടത്തി. ആ സെർച്ച് നടത്തിയ സമയത്ത് പിടിക്കപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഞാൻ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ലാത്ത പ്രമുഖനായിരിക്കുന്ന ഒരാളെ രാമനിലയത്തിൽ നിന്ന് പിടിക്കപ്പെട്ടിരുന്നു. സമാനമായിട്ടുള്ള മറ്റു സംഭവം ഉണ്ടല്ലോ, അത് മലപ്പുറം ജില്ലയിലാണല്ലോ. ഒരു കോൺഗ്രസിൻ്റെ നേതാവ്, അദ്ദേഹം പിൽക്കാലത്ത് ജനപ്രതിനിധിയായി. ഈ പറയുന്ന ജനപ്രതിനിധിയായിട്ടുള്ള ആള് ഊടിമുണ്ടുരിഞ്ഞുകൊണ്ടാണല്ലോ അവിടെ നിന്ന് ഓടിപ്പോയത് ജനങ്ങൾ പിടിച്ചിരുത്തിയതിൻ്റെ പേരിൽ. അങ്ങനെ കോൺഗ്രസിനെത്തിയത് അങ്ങനെ ഒരു വാർത്തയല്ലല്ലോ. കോൺഗ്രസിൽ അവിഹിത ബന്ധമില്ലാത്ത, സ്ത്രീകളെ ദ്രോഹിക്കാത്ത ഏത് നേതാവാണ് കോൺഗ്രസിലുള്ളത്? ഇതിന് കോൺഗ്രസിന് തെറ്റാണോ ഈ സാധനം? അപ്പൊ കോൺഗ്രസിന് തെറ്റായിട്ടല്ലാത്ത ഒരു സംഗതി ചെയ്തു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രത്യേകത. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില ആളുകൾ ചില രാഷ്ട്രീയ പ്രസ്ഥാനം വിട്ട് കോൺഗ്രസിലേക്ക് കയറാനുള്ള കാരണം സ്വന്തം പാർട്ടിയിൽ ഇത്തരം ചില ആരോപണങ്ങൾ അവരെ സംബന്ധിച്ചുകൊണ്ട്. അങ്ങനെയാണ് അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത്. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ചില ആളുകൾ കോൺഗ്രസിൽ ചെന്നാൽ തനിക്ക് ഇത്തരം ഒരുപാട് സൗകര്യങ്ങൾ കിട്ടും എന്ന് ധരിച്ചു പോയിട്ടുള്ള ചില ആളുകൾ അവരെന്തെല്ലാം പറഞ്ഞാലും ഇതിൻ്റെ പുറത്ത് മാത്രമാണെന്നാണ് ഞാൻ ധരിക്കുന്നത്.
ഈ തരത്തിൽ അവിഹിതമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന പദപ്രയോഗം ഒരു കാലഘട്ടത്തിലും കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല. അത് കോൺഗ്രസിന്റെ ജീവനാഡിയാണ്. ഇതില്ലാത്തൊരു കോൺഗ്രസ് അതിനകത്തില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ്സിലുള്ള പല സ്ത്രീകളടക്കമുള്ള ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് വനിതകൾക്ക് എന്താ കേരളത്തിൽ സ്ഥാനം കിട്ടാത്തതിൻ്റെ കാരണം എന്താ ഉള്ളത്? കോൺഗ്രസ്സിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും അവരൊക്കെ ധരിക്കുന്നത് സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന് സ്വന്തം ഇഷ്ടപ്രകാരം യഥാസമയം വിനിയോഗിക്കാനുള്ള ഒരു വസ്തുവായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അങ്ങനെയാണ്. പിന്നെ ചില ഇലക്ഷനൊക്കെ ജയിക്കാൻ വേണ്ടി അവർ പറയും കേരെന്തെങ്കിലും കേരള നാട്ടിൽ കെയർ ഗിവരി ജയിച്ചിടുന്നൊക്കെ പറഞ്ഞൊരു മുദ്രാവാക്യമൊക്കെ വിളിക്കും. ഈ മുദ്രാവാക്യത്തിന്റെ അപ്പുറത്ത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഉപഭോഗ വസ്തുവാണെന്ന് ധരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും. അങ്ങനെയാണ് കേരളത്തിന്റെ ചരിത്രം, അതാണ്. അപ്പൊ അങ്ങനെയുള്ളവരാരും കേരളത്തിൽ ഒരു സമയത്തും പാർട്ടി ചുമതലകളൊന്നും രാജിവെച്ചിട്ടില്ല. ഇവരാരും ജനപ്രതിനിധി സ്ഥാനം രാജിവെച്ചിട്ടില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആള് ഒരുപക്ഷെ രാഹുൽ കുറെ ചെയ്തിട്ടുണ്ടാവും. രാഹുലിന്റെ സ്വബോധം വളരെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഒരുപാട് പേര് ചാറ്റ് ചെയ്തു. ഒരു കണക്കില്ലാണ്ടാണ് ചാറ്റ് ചെയ്തിരിക്കുന്നത്. അവരെല്ലാവരും പലരും അദ്ദേഹം ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീകളോട് അദ്ദേഹത്തിന്റെ ഇപ്പൊ യഥാർത്ഥ ഇവർ ആവശ്യപ്പെട്ട ഇതിനകത്തല്ലല്ലോ. ഗർഭഛിദ്രം നടത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വിളിച്ചു പറയുന്ന സ്ത്രീയോട് അല്ലെങ്കിൽ കൊന്നുകളെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ദീപിക ദിനപത്രം ആരും മറ്റേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, അങ്ങനെ കൊന്നുകളെന്ന് പറഞ്ഞാൽ ഇയാൾക്കെതിരായിട്ട് എന്താ കേസുള്ളേ? ഇയാൾക്കെതിരായിട്ട് കേസുണ്ടോ? ക്രിമിനൽ കേസ് ഇയാൾക്കെതിരായിട്ട് ചാർജ് ചെയ്യേണ്ടതല്ലേ? ആരെങ്കിലും കൊല്ലുന്നു പറയാൻ സാധിക്കുമോ? അങ്ങനെ കൊലപാതക ശ്രമം നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടാണ് ശിക്ഷ വേണ്ടത്. ഇയാൾ കൊലപാതകിയാണ്, ആളെ കൊല്ലുന്നു ഭീഷണിപ്പെടുത്തുന്നവനാണ്. അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് സ്ത്രീകൾക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ലേ? ഏത് തരത്തിൽ? ഇപ്പം നേരത്തെ കേരളത്തിൽ ഇതൊക്കെ പറയാമെന്നാ പറയുക. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ പഴയ SFI നേതാവ് പറഞ്ഞൊരു വനിതാ എതിർപക്ഷത്തുള്ള വനിതാ നേതാവിനോട്, എതിർപക്ഷമൊന്നുമല്ല കേട്ടോ, സ്വന്തം ഇടതുപക്ഷം തന്നെയാണ്, ആ പക്ഷത്തുള്ള വനിതാ നേതാവിനോട് പറഞ്ഞത് നിന്നെ മറ്റേ ഗർഭിണിയാക്കാൻ വേണ്ടി മടിക്കില്ല എന്ന് പറഞ്ഞ അത്രയ്ക്ക് നീചനായിട്ടുള്ള മനുഷ്യനാണ് കേരളത്തിലെ വിദ്യാർത്ഥി നേതാവ്. ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ എന്നാണ് പലരും പറയുന്നത്. രാഹുലിനെ ഈ വ്യാജ ID മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് യൂത്ത് കോൺഗ്രസിലേക്ക് പെട്ടെന്ന് കയറ്റിക്കൊണ്ടുവന്നതും അവിടെ തന്റെ പിൻഗാമിയാക്കിയതും പിന്നീട് പാലക്കാട് പിൻഗാമിയാക്കിയതും ഷാഫി എന്നാണ് പറയുന്നത്. ഇപ്പൊ ഷാഫി ഇപ്പൊ പറയുന്നു മാധ്യമങ്ങൾ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഇടപെട്ടിട്ടുണ്ട്, അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെച്ചിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെച്ചാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ്, അങ്ങനെയാണോ ഷാഫി പറമ്പിൽ? അത് ഷാഫിയുടെ മുഖം രക്ഷിക്കാൻ ശ്രമമാണ് ഷാഫിക്കുള്ളത്. ഇതിനകത്ത് ഞാൻ കേൾക്കുന്ന ജനങ്ങളുടെ ആക്ഷേപം രണ്ട് തരത്തിലാണ്. ഒന്ന്, ഷാഫി പറമ്പിലാണ് ഈ പറയത്തിൽപ്പെട്ട സ്ത്രീകളടക്കമുള്ള ആളുകൾ രംഗത്തിറക്കിക്കൊണ്ട് ഈ പറയുന്ന മാങ്കൂട്ടത്തിനെതിരായിട്ട് ആദ്യമായിട്ട് രംഗത്ത് വന്നെന്നാണ് പറയുന്നത്. അവരെയൊക്കെ വീടുകളിൽ നിന്ന് അടിച്ചിറക്കിക്കൊണ്ട് ഇളക്കി മറിച്ചുകൊണ്ട് അവരെയൊക്കെ കൊണ്ട് ആരോപണങ്ങളൊക്കെ ഉന്നയിപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ പൊതുമാധ്യമങ്ങളുടെ മുമ്പിൽ നിരത്തി വെച്ചുകൊണ്ട് മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ആദ്യത്തെ നീക്കം നടക്കുന്നത് ഷാഫിയുടെ ഭാഗത്തു നിന്നാണെന്ന് പറയപ്പെടുന്നു. ശരിയാണല്ലോ എന്നാൽ അന്വേഷിക്കേണ്ട വിഷയമാണ്. അതിനുശേഷമാണ് ഷാഫി അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ബീഹാറിലേക്ക് യാത്ര പോയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാണെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ഷാഫിക്ക് പങ്കുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഷാഫിയെ സംബന്ധിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷിക്കുന്നത് പ്രധാനമായിട്ട് ഷാഫിയാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ചില ആളുകൾ പറയുന്നുണ്ട് അവിടെ, കാരണം ഷാഫിയുടെ ലക്ഷ്യം ഏതാണ്ട് പാർലമെന്റിൽ പോയിട്ട് വലിയ കഥയൊന്നുമില്ല. പാർലമെന്റ് അംഗങ്ങളൊക്കെ ഇനിയിപ്പോൾ അസംബ്ലിയിൽ മത്സരിക്കാൻ വേണ്ടി പോവാണ്. ആ കൂട്ടത്തിൽ വടകരയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് വീണ്ടും പാലക്കാട് നിന്ന് മത്സരിക്കണം തനിക്ക്, അങ്ങനെ വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പണി കൊടുക്കണം എന്നുള്ളതാണ് ഈ പറയുന്ന ഷാഫി പറമ്പലിന്റെ താല്പര്യമെന്ന് പലരും പറയുന്നുണ്ട്. അത് ശരിയാണോ ഇല്ലെന്ന് അന്വേഷിക്കേണ്ട വിഷയമാണ്. ഏതാണെങ്കിലും അത് ശരിയാണെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയം കാണുന്ന ഏറ്റവും നീചമായ രാഷ്ട്രീയ ഭാവമാണ് ശരിക്കത്. ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല. കാരണം സ്വന്തം തൻ്റെ കൂടപ്പിറപ്പെന്ന പോലെ കൂടെ നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി പറമ്പിൽ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അത് വഞ്ചിച്ചില്ലെന്ന് അന്വേഷിക്കേണ്ടതാണ്. പക്ഷെ വഞ്ചിച്ചു എന്ന് പൊതുജനം വിശ്വസിക്കുന്നുണ്ട്. ഇതല്ലാന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഷാഫി പറമ്പിലിന്റെ ബാധ്യതയാണ്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയണം. കോൺഗ്രസ് അതിൻ്റെ പേരിൽ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാമനിലയത്തിൽ മറ്റൊരു കോൺഗ്രസ് നേതാവിനെ തിരക്കിപ്പോയ സമയത്താണ് അന്നത്തെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള ഒരാള്, ഞാൻ പേര് പറയുന്നില്ല, ആളെ കണ്ടുപിടിക്കേണ്ട സാഹചര്യം വന്നത് സമാനമായിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും തരത്തില് ഷാഫി പറമ്പിലും കൂടെ നിൽക്കുന്ന ആൾക്കിട്ട് കൊടുത്ത പണിയാണോ രാഹുൽ
രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പണി എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതാണ്. ഏതാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പോസ്റ്റുകളും രാജിവെക്കേണ്ട ആവശ്യമില്ല. കാരണം കോൺഗ്രസിൻ്റെ സംസ്കാരത്തിന് ചേർന്ന പ്രവർത്തനം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. കേരളത്തിലെ മുഴുവൻ ഭാരതത്തിലെ സ്ത്രീകൾക്ക് സ്ത്രീവിരുദ്ധമായ പ്രസ്ഥാനമാണ് ഈ പറയുന്ന കോൺഗ്രസ് എന്നുള്ളത്. രാഹുലാണെങ്കിലും ഷാഫി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും മറ്റുള്ള എല്ലാ നേതാക്കന്മാരുടെയും പ്രവർത്തനങ്ങളും നമ്മൾ തെളിയിക്കുന്നത് ഇത് തന്നെയാണ്.